എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അങ്ങനെ നമ്മുടെ മലേഷ്യൻ യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടോ, ഏകദേശം അവസാന എപ്പിസോഡിലോട്ടൊക്കെ നമ്മളെത്തി. ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഈ കോലാലംപൂരിൻ്റെ മധ്യഭാഗത്ത് ഒരുപാട് നിറങ്ങളും ചായങ്ങളും ഭക്ഷണത്തിൻ്റെ സുഗന്ധമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ലോകത്തിലേക്കാണ്. അതായത് ചൈന ടൗൺ, പ്രത്യേകിച്ച് വളരെ പ്രസിദ്ധമായിട്ടുള്ള പറ്റാളിൻ സ്ട്രീറ്റിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പോകുന്നത്. നഗരത്തിൻ്റെ തിരക്കിനൊപ്പം പഴമയും പാരമ്പര്യവും കൈപിടിച്ച് നടക്കുന്ന പോലെ വളരെ സുന്ദരമായിട്ടുള്ള ദൃശ്യാനുഭവമാണ് കേട്ടോ ഈ തെരുവിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചൈനീസ് സംസ്കാരത്തിൻ്റെ മധുരമണമാണ് നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, വിവിധങ്ങളായിട്ടുള്ള പൂക്കൾ, അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെയാണ് നമ്മൾ ഈ മാർക്കറ്റിലേക്ക്, ഈ സ്ട്രീറ്റിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. വളരെ വളരെ സ്പീഡിലാണ് ഞാൻ നിങ്ങളെ ഓരോ കാഴ്ചകളും കാണിക്കുന്നത്. ഞാനും അവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കാരണം അവിടെ നിന്ന് നമുക്ക് വിലപേശി വളരെ ചുരുങ്ങിയ വിലക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറേ സ്വീറ്റ്സും തുണിയൊക്കെ വാങ്ങിച്ചിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചൈനീസ് സംസ്കാരത്തിൻ്റെ ഒരു മധുരമായിട്ടുള്ള മണം നമുക്ക് അവിടെ ചെന്നാൽ കിട്ടും. കാരണം ഇപ്പോൾ ഈ ചോക്ലേറ്റ്സ് ആയാലും അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്ന സുഗന്ധമൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഭക്ഷണമാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എങ്കിൽ പോലും അതൊക്കെ നമുക്കിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. ഈ പറ്റാളിൻ സ്ട്രീറ്റിലെ കടകളൊന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാഗുകളും വാച്ചുകളും ഷൂസുകളും വസ്ത്രങ്ങളും ചൈനീസ് സുവനീറുകളും എല്ലാം നിറഞ്ഞിട്ടുള്ള വലിയൊരു വിപണിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിലപേശി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സ്വർഗം തന്നെയാണ്. ഇവിടെ വില പറഞ്ഞാൽ മതിയാകില്ല. വിലപേശി പണം കടുംപിടുത്തം പോലെ നമ്മൾ വിലപേശിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ കുറഞ്ഞ പൈസക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിത് രാവിലെ തന്നെ പോയതുകൊണ്ടാണ് ഇവിടെ അത്തരം ആളുകൾക്ക് നിങ്ങളെ കാണാനായിട്ട് സാധിക്കാത്തത്. എങ്കിൽ പോലും ഈ രാവിലെ തന്നെ നിറയെ ഈ കടകൾ നിറയെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അധികം ജനങ്ങളില്ലാത്ത ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ മസാലയുടെ മണവും ചൈനീസ് ഭക്ഷണത്തിൻ്റെ സുഗന്ധവും ഈ വഴിയിലൂടെ നടന്നാൽ നമ്മളെ അവിടെ കയറി കുറച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിക്കും. നൂഡിൽസും ചിക്കൻ റൈസും ഡ്രാഗൺ ഫ്രൂട്ടും വിവിധ തരത്തിലുള്ള ജ്യൂസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അതൊക്കെ എല്ലാവരും തന്നെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ചൈനീസ് ടൗണിൻ്റെ സ്ട്രീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. സെൻട്രൽ മാർക്കറ്റിലെ കാഴ്ചകളും വളരെ ഹൃദ്യമായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി കോലാലംപൂരിൻ്റെ ഹൃദയത്തിൽ ഈ പാരമ്പര്യത്തിൻ്റെ നിറങ്ങളും കലയുടെ രചനകളും അടങ്ങിയ ഒരു സാംസ്കാരിക ലോകമാണ് സെൻട്രൽ മാർക്കറ്റ്. നമ്മളിനി സെൻട്രൽ മാർക്കറ്റിലേക്കാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് പസാർ സെനി എന്നാണ് ഇതിന് പറയുന്നത്. ഈ മലേഷ്യയുടെ കലയും കരകൗശലങ്ങളും ഒരുമിച്ച് തെളിഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള വേദിയാണിത്. യാത്രക്കാരൻ കോലാലംപൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ മാർക്കറ്റിൻ്റെ നീല നിറത്തിലുള്ള പഴമയുള്ള കെട്ടിടം കണ്ടു നിൽക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആകർഷണം മനസ്സിൽ തോന്നും. 1888 സ്ഥാപിതമായിട്ടുള്ള വിപണി ആദ്യം പച്ചക്കറി മാർക്കറ്റായിട്ട് ആരംഭിച്ചെങ്കിലും ഇന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. മലായ, ചൈനീസ്, ഇന്ത്യൻ, മലേഷ്യയുടെ ഈ 3 പ്രധാന സംസ്കാരങ്ങളുടെയും സ്പർശം ഇവിടെ എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ സെൻട്രൽ മാർക്കറ്റിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ ഈ സെൻട്രൽ മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നത്. വിപണിയുടെ അകത്ത് കിടക്കുന്ന നിമിഷം നിറച്ച് വെച്ചിട്ടുള്ള ഒരുപാട് സുവനീർ കടകളും ഹാൻഡ് ക്രാഫ്റ്റുകളും ആർട്ട് ഗാലറികളും ഒപ്പം കൃത്യമായി അലങ്കരിച്ചിരിക്കുന്ന ചെറു കച്ചവടങ്ങളും കണ്ണിനെ നമുക്ക് പിടിച്ചു നിർത്തും. കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബാഗുകൾ, മരത്തിൽ കൊത്തിയിട്ടുള്ള കലാസൃഷ്ടികൾ, ബാറ്റിക് പെയിൻറ്റുകൾ, ചൈനീസ് ലാൻറ്റണുകൾ, ഇന്ത്യൻ പരമ്പരാഗതമായിട്ടുള്ള ആഭരണങ്ങൾ എല്ലാം ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് ഈ വിപണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മലേഷ്യയിൽ മാത്രം കാണുന്ന പ്രശസ്തമായിട്ടുള്ള ബാറ്റിക് ആർട്ടാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ആകർഷണം കേട്ടോ.
കലാകാരന്മാർ തുണിയിൽ നിറങ്ങൾ പകർത്തി വരയ്ക്കുന്ന രചനകൾ കാണുമ്പോൾ അതിൻ്റെ കലയുടെയും കഴിവിൻ്റെയും ആഴം അനുഭവിക്കാനായിട്ട് കഴിയും. ചില സ്റ്റോറുകളിൽ നിങ്ങൾക്ക് തന്നെ ഈ ബാറ്റിക് പെയിൻറ്റിങ് പരീക്ഷിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഞാനിങ്ങനെ ഇതിങ്ങനെ പല പല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു റീൽസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തരക്കേടില്ലാത്ത അത് ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ പോസ്റ്റ് ചെയ്തത്. തരക്കേടില്ലാത്ത വ്യൂസും അതിനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മലേഷ്യയിൽ സന്ദർശിക്കുമ്പോൾ ആരും തന്നെ ഒഴിച്ചുകൂടാത്തൊരു സ്ഥലമാണ്, അതായത് എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ് ഈ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. തുടർന്ന് വിപണിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന കുട്ടി അലങ്കാരങ്ങളുള്ള തെരുവുകളിലൂടെയുള്ള നടത്തം. ആ തെരുവുകളിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സംസ്കാരത്തെയും പ്രതിബന്ധിക്കുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മലായ് സ്ട്രീറ്റ്, ഇന്ത്യൻ സ്ട്രീറ്റ്, ചൈനീസ് സ്ട്രീറ്റ്, അങ്ങനെ ഓരോ വഴികളിലും അവരുടേതായിട്ടുള്ള സ്വന്തം പാരമ്പര്യത്തിൻ്റെ മണവും നിറവും ഒക്കെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഈ സെൻട്രൽ മാർക്കറ്റ് കലയും ഷോപ്പിങ്ങും മാത്രമല്ല, ഇവിടെ ചെറു കഫേകളിലും ഫുഡ് കോർണറുകളിലും നാട്ടിൻപുറം വിഭവങ്ങളുടെ രുചി അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി മാർക്കറ്റിനോടൊപ്പം തന്നെ നിലകൊള്ളുന്ന തുറസായ സ്ഥലങ്ങളിൽ പലപ്പോഴും പലതരത്തിലുള്ള കലാപ്രകടനങ്ങളും ലൈവ് മ്യൂസിക്കും നടക്കാറുണ്ട്. ഞങ്ങൾ പോയപ്പോഴും ഒരു പെൺകുട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വളരെ ആസ്വാദ്യകരമായിരുന്നു കേട്ടോ ആ കുട്ടിയുടെ പാട്ടെന്ന് പറയുന്നത്. അത് അവരുടെ ഒരു ജീവിത ഉപാധിയും കൂടിയാണ്. കാരണം അവർ പാട്ട് പാടുന്നു, അത് പാട്ട് കേൾക്കുന്നവർക്ക് അവർക്ക് ചെറിയ ചെറിയ തുകകളൊക്കെ സമ്മാനമായിട്ടും നൽകുന്നുണ്ട്. അതിവരുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇന്ത്യൻ നൃത്തം, മലായ് മ്യൂസിക്, ചൈനീസ് ഡ്രാഗൺ ഡാൻസ്, ഇതൊക്കെ ഈ ഒരു സാംസ്കാരിക കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഈ മാർക്കറ്റിനുള്ളിൽ നടക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരം ലൈറ്റുകൾ തെളിയുമ്പോഴും സെൻട്രൽ മാർക്കറ്റ് കൂടുതൽ സുന്ദരമായിട്ടാണ് കാണുന്നത്. നിറമാർന്ന വിളക്കുകളും കലാപ്രതീതിയുള്ള ആളുകളുമെല്ലാം ചേർന്ന് ഒരു സാംസ്കാരിക ചിത്രം പോലെ നമുക്ക് തോന്നും. ചിലവ് കുറഞ്ഞ വിലയിൽ മനോഹരമായിട്ടുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. മലേഷ്യയുടെ പാരമ്പര്യ കലകളെ ഇവിടെ വന്നാൽ അടുത്തറിയാൻ സാധിക്കും. സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ നല്ല ചുടു സ്പർശം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഇടമാണ് കേട്ടോ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൊലാലംപൂരിൻ്റെ ആത്മാവ്, ജനങ്ങളുടെ ആത്മാവ് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ മാർക്കറ്റ് നല്ലൊരു ഓപ്ഷനായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടിയുടെ പാട്ട്, ഇതിവിടെ പതിവാണ്. ഇത് ഒരു കുട്ടി മാത്രം, അങ്ങനെ പലരും പല സ്ഥലത്തിരുന്ന് നിന്ന് ലൈവ് മ്യൂസിക്കും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമൊക്കെ അറിയിക്കുന്നു. ഇതാണ് ലൈവ് ആർട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങളിന്ന് കണ്ടേച്ചു വായോ. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.